നമസ്കാരം. ഡിജിറ്റൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിലൊന്നായ ബ്രസീലിലെ സ്നേക്ക് ഐലൻഡിലേക്കാണ്. ബ്രസീലിലെ സാവോ പോളോ തീരത്തുനിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു ദ്വീപാണെങ്കിലും ലോകമെമ്പാടുമുള്ള ആളുകൾ ഇതിനെ ഭയത്തോടെയാണ് കാണുന്നത്. കാരണം അവിടെ ആയിരക്കണക്കിന് അതിവിഷമുള്ള പാമ്പുകളുണ്ട്. പ്രധാനമായും അവിടെ കാണപ്പെടുന്നത് ഗോൾഡൻ ലെൻസ് ഹെഡ് എന്ന അപൂർവ ഇനം പാമ്പാണ്. ഈ പാമ്പിനെ ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷപ്പാമ്പുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഇത്രയും പാമ്പുകൾ ഈ ദ്വീപിൽ എങ്ങനെ എത്തി? ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുമ്പ് കടൽനിരപ്പ് ഉയർന്നതോടെ ഈ ദ്വീപ് ബ്രസീലിന്റെ പ്രധാന ഭൂഖണ്ഡത്തിൽ നിന്നും വേർപെട്ടു. അന്ന് അവിടെ കുടുങ്ങിപ്പോയ പാമ്പുകൾക്ക് പിന്നീട് പുറത്തു പോകാൻ കഴിഞ്ഞില്ല. കാലക്രമേണ അവ അവിടുത്തെ സാഹചര്യങ്ങളായി ഇണങ്ങി ജീവിക്കാൻ തുടങ്ങി. ദ്വീപിൽ വലിയ മൃഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ദേശാടനം ചെയ്യുന്ന പക്ഷികളെയാണ് ഇവ പ്രധാനമായും വേട്ടയാടുന്നത്. പക്ഷികൾ പറന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് അവയെ കൊല്ലേണ്ടതിനാൽ അവയുടെ വിഷം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. ഈ പാമ്പുകളുടെ വിഷം മനുഷ്യന് അതീവ അപകടകരമാണ്. ഗുരുതരമായ ആന്തരിക രക്തസ്രാവം, ടിഷ്യൂ നാശം, വൃക്കകളുടെ പ്രവർത്തനം തകരാർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം ബ്രസീൽ സർക്കാർ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. സാധാരണ വിനോദസഞ്ചാരികൾക്ക് ഇവിടെ പോകാൻ അനുമതിയില്ല. പ്രത്യേക അനുമതിയുള്ള ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകർക്കും മാത്രമാണ് പ്രവേശനം ലഭിക്കുക.